ഏകീകൃത കുർബാന ആവശ്യവുമായി അതിരൂപത വിശ്വാസികൾ സീറോ മലബാർ സഭ ആസ്ഥാനത്തിനു മുൻപിൽ ഏകദിന നിരാഹാര ഉപവാസം നടത്തി. കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം. 16 ഫെറോനകളിലെ വിവിധ ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികളാണ് ഉപവാസ സമരത്തിൽ പങ്കെടുത്തത്. മാർപ്പാപ്പയുടെ കൽപ്പനകൾ ഉണ്ടായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാളിതുവരെ നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കാത്ത സിനഡ് പിതാക്കന്മാർ പരിഷ്കരിച്ച കുർബാന കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നിരാഹാര ഉപവാസ സമരം നടത്തിയത്. അതിരൂപതയിൽ ഏകീകരണ ബലിയർപ്പണ അനുകൂല സഭാവിശ്വാസികൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സിനഡ് തീരുമാനപ്രകാരമുള്ള സഭയുടെ ഏകീകരണ ബലിയർപ്പണം മെയ് 31-നുള്ളിൽ നടപ്പാക്കണം. കോടതി വിധി സംബന്ധിച്ച പള്ളികളിൽ സിനഡ് തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന വൈദികനെ ഉടൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിരൂപത വിശ്വാസികൾ സമരം നടത്തിയത്. കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത ചെയർമാൻ ഡോക്ടർ MP ജോർജ്, ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, ജോസ് മണവാളൻ, KD വർഗീസ്, ഡേവിസ് ചൂരമന എന്നിവർ നിരാഹാരമനുഷ്ഠിച്ചു. 16 ഫെറോനകളിലെ വിവിധ ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികളാണ് സെന്റ് തോമസ് മൗണ്ടിലെ ഏകദിന ഉപവാസ സമരത്തിൽ പങ്കെടുത്തത്. ഏകീകൃത വിശുദ്ധ കുർബാന രൂപതയിലെ എല്ലാ പള്ളികളിലും നടപ്പാക്കുക, അതുപോലെ തന്നെ വിമതരായിട്ടുള്ള വൈദികരെ തലസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക, സഭാ പിതാക്കന്മാർ റോമിൽ മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന വേളയിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുക എന്ന 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദിന സൂചന ഉപവാസ സമരം ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം